ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഈ പെപ്പ് മെഡിസിൻ കഴിക്കുന്നവരെയും അതേമാതിരി തന്നെ ARTയിൽ മരുന്ന് കഴിക്കുന്ന HIV ട്രീറ്റ്മെൻറ്റിന് മരുന്ന് കഴിക്കുന്നവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മരുന്നുകൾ മിസ്സാകുക എന്നുള്ളത്. അതായത് ഇത് നമുക്കൊരു പനി വരുമ്പോൾ കൂടി വന്നാൽ എപ്പോഴാണ് ഒരു 6 ദിവസം മരുന്ന് കഴിക്കുമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു 10 ദിവസം മരുന്ന് കഴിക്കുമായിരിക്കും. ഈ HIV മരുന്നുകളൊക്കെ ലൈഫ് ലോങ് കഴിക്കേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും മനുഷ്യ സഹജമായിട്ടുള്ള ചില മറവികളൊക്കെ ഉണ്ടാവും. ചില ദിവസം മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് മരുന്ന് കഴിച്ചായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പലരും വീണ്ടും ഈ 30 എണ്ണത്തിൻ്റെ ബോട്ടിലൊക്കെ കുഴഞ്ഞിട്ട് എണ്ണി തിട്ടപ്പെടുത്തി മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അതേമാതിരി തന്നെ പെപ്പ് മെഡിസിൻ എടുത്ത ശേഷം ഒരു ദിവസം മരുന്ന് മിസ്സാകുക അല്ലെങ്കിൽ മറന്നു പോവുക, കഴിച്ചെന്ന് തോന്നുക, ഇതേമാതിരിയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. HIV ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നവരും പെപ്പ് ട്രീറ്റ്മെൻറ്റിൽ, അതായത് പെപ്പ് തെറാപ്പിയിലുള്ളവരും ആണ് ഈ വീഡിയോ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ മരുന്ന് മിസ്സായി എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ഓവറോൾ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുമോ അല്ലെങ്കിൽ പെപ്പ് ഡോസിനെ ബാധിക്കുമോ എന്നൊക്കെ പലർക്കും ടെൻഷനുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഒരൊറ്റ ഡോസ് മിസ് ചെയ്തുകൊണ്ട് മുഴുവൻ ചികിത്സേനെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരം. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ബാക്കി കേൾക്കുക. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആവും. രണ്ടാമത്, നിങ്ങൾ ഓർമ്മ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചില്ല എന്ന് ചിലപ്പം ഒരു 5 മണിക്കൂറിന് ശേഷമായിരിക്കും ഓർക്കുക, ചിലൊരു 10 മണിക്കൂറിന് ശേഷമായിരിക്കും ഓർക്കുക. അങ്ങനെ ഓർമ്മ വരുമ്പോൾ 10 മുതൽ 18 മണിക്കൂറിനിടയിൽ ഓർമ്മ വരികയാണെങ്കിൽ നിങ്ങൾ അപ്പം ആ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അതേമാതിരി 2 മരുന്ന് ഒരുമിച്ചെടുത്ത് കഴിക്കാൻ പോകരുത്. ഇപ്പോൾ ഇന്ന് രാത്രി 10 മണിക്കാണ് ഞാൻ കഴിക്കുന്നത്, ഇന്നലത്തെ ഡോസ് മിസ്സായെങ്കിൽ ഇന്ന് 10 മണിക്ക് ഞാൻ 2 ഗുളിക കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് കഴിക്കരുത്. അത് ഓവർ ഡോസ് ആവും. അത് നിങ്ങളുടെ പല ഓർഗൻസിനും ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 12 മുതൽ 18 മണിക്കൂറിനുള്ളിൽ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു മരുന്ന് അപ്പോൾ കഴിക്കുക എന്നുള്ളതാണ്. അടുത്ത ദിവസം 2ആയി കഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ കാര്യമാണ്. ഒരേ ദിവസം വീണ്ടും കഴിക്കുന്നത്, അതായത് ഒരേ സമയത്ത് 2 ഡോസ് വീതം കഴിക്കുന്നത്. അതേമാതിരി ഒരേ ഡോസ് വീണ്ടും മിസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മറന്നു, ഓക്കെ, പിറ്റേ ദിവസം അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും മറക്കുക അല്ലെങ്കിൽ വീണ്ടും മിസ് ചെയ്യുക, ഇതേമാതിരി കാര്യങ്ങൾ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷഫ്ലിംഗ് ഉണ്ടാക്കുന്നത് അത് നമ്മളുടെ തെറാപ്പിയെ പൂർണ്ണമായിട്ടും ബാധിക്കും എന്ന് മനസ്സിലാക്കുക. ഒരു ദിവസം അങ്ങനെ ആകുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ HIV ട്രീറ്റ്മെൻറ്റിൽ 1-2 ദിവസം മിസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. പക്ഷേ അടുപ്പിച്ചാവാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്. കൃത്യമായിട്ട് ഓർമ്മയോടുകൂടി മരുന്ന് കഴിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ മരുന്ന് കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അലാം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ഷെഡ്യൂൾ, രാവിലെ എഴുന്നേറ്റ് ഇന്ന പോലെയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ചായ കുടിക്കുന്നതിന് മുമ്പ് മരുന്ന്, അല്ലെങ്കിൽ വൈകിട്ട് അത്താഴത്തിന് ശേഷം മരുന്ന്, അങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിവതും മരുന്ന് മിസ്സാവാതിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ആമസോണിലൊക്കെ കിട്ടുന്ന പോലെ പിൽ ഓർഗനൈസേഴ്സ് വാങ്ങാൻ പറ്റും. ഒരു മാസത്തിൻ്റെ ആദ്യം 30 ദിവസത്തെ മരുന്നുകൾ സെറ്റ് ചെയ്യുക. ഓരോ ദിവസവും ആ പർട്ടിക്കുലർ ഡേറ്റിലെ മരുന്ന് കഴിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇത് എല്ലാവർക്കുമുള്ള കൺഫ്യൂഷനാണെന്ന് നിങ്ങൾ ഓർക്കുക. അതായത് ART മരുന്ന് കഴിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. അവരൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ്. അയ്യോ, ഞാൻ മരുന്ന് കഴിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ മരുന്ന് ഇന്ന് കഴിച്ച പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരുന്ന് എടുത്ത് കുടഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്ന പരിപാടി, ഇതൊന്നും ഇന്നലെയും തുടങ്ങിയല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട. ഇനി 24 മണിക്കൂറിന് മീതെ മരുന്ന് മിസ്സായിട്ടുണ്ടോ, അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ S2 പോസിറ്റീവ് ടീമുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായത്തിന് ഉണ്ടാവും. ഇതുപോലുള്ള കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ മെയിലുകൾ അയയ്ക്കുക. ഞങ്ങൾ ആ രീതിയിലുള്ള ടോപ്പിക്കിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.